നമസ്കാരം, എല്ലാവർക്കും കുട്ടീസ് വേൾഡിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിത് കുറച്ച് ചിക്കൻ കിട്ടിയിട്ടുണ്ട്. അത് കണ്ട് നമ്മൾ കഴുകി മാഗ്നേറ്റ് ഒക്കെ ചെയ്ത് വെച്ചേക്കാണ്. ഇതിന് നമ്മൾ വറുത്തിട്ടാണ് കറി വെക്കാൻ പോകുന്നത്. നമുക്ക് അതിൻ്റെ പ്രോസസ്സിലേക്ക് പോകാം. അപ്പോൾ ഇതാ ഇവിടെ നമ്മൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുവാണേ. വറുക്കാൻ ആവശ്യമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണയൊക്കെ നന്നായിട്ടൊന്ന് തിളയ്ക്കട്ടെ. അപ്പോഴത്തേക്ക് നമ്മളുടെ ചിക്കൻ നമുക്ക് എടുത്തിടാവേ. എണ്ണ ഇവിടെ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കൻ പീസുമായിട്ട് നമുക്ക് അങ്ങോട്ടിടാവേ. നന്നായിട്ട് എണ്ണ തിളച്ചെങ്കിൽ നമ്മൾ ചിക്കൻ പീസ് ഇടാവുള്ളൂ കേട്ടോ. ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, ചായയൊക്കെ കുടിക്കാനായിട്ട് ഇവിടെ വന്നിട്ടുണ്ടേ. അതെ, നമ്മളിവിടെ ചിക്കൻ എല്ലാം ഇട്ടിട്ടുണ്ടേ. അപ്പോൾ ഇത് നല്ല രീതിയിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടണം. അപ്പോൾ 2 ട്രിപ്പായിട്ട് നമ്മൾ വറുത്തെടുക്കണം. ഇത്രേ ഇതിനകത്ത് ഇടാൻ പറ്റുള്ളൂ. 2 പ്രാവശ്യമായിട്ട് നമുക്ക് ചിക്കൻ വറുത്തെടുക്കാനായിട്ട് നമ്മൾ പോവാണ്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചിക്കനൊക്കെ നമ്മൾ ഇതാണ്ട് മറിച്ചിട്ടിട്ടുണ്ട്. എപ്പോഴും ചിക്കൻ കറി വെക്കുമ്പോഴത്തേക്ക് വറുത്ത് വെക്കണം അല്ലേ? അമ്മ ഇവിടെ ഇരിപ്പുണ്ടേ. അമ്മ അവിടെ ഇരിപ്പുണ്ടേ, ചായ കുടിച്ചോണ്ട് അവിടെ ഇരിപ്പുണ്ടേ കേട്ടാ. അമ്മയാണ് പറഞ്ഞൊക്കെ തരുന്നതേ. ആരാ അത് കണ്ടോണ്ടൊന്നും അല്ല ഞാൻ പറഞ്ഞേ. എൻ്റെ അമ്മയുടെ അടുത്തേക്ക് പോവാ. അമ്മയുടെ ചെരുപ്പം കൊണ്ട് പോവാണോ? എത്ര ചെരുപ്പുണ്ടെങ്കിലും വിഷ്ണുവിന് പ്രിയം വലിയവരുടെ ചെരുപ്പാ അല്ലേ വിഷ്ണു? ആ, ചിക്കൻ ഇവിടെ കിടന്ന് മുരിഞ്ഞ് വരുന്നുണ്ടേ. ഒരു ട്രിപ്പ് നമ്മളുടെ ചിക്കൻ നമ്മളുടെ ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി മാറ്റിയിടാവേ. നമുക്ക് രണ്ടാമത്തെ ട്രിപ്പ് ചിക്കനും കൂടെ ഇട്ട് വറുത്തെടുക്കാം. അങ്ങനെ നമ്മൾ രണ്ടാമത്തെ ട്രിപ്പ് ചിക്കനും ഇവിടെ ഇട്ടിട്ടുണ്ട്. ഇനി ഇത് ആവട്ടെ കേട്ടോ. നമ്മളുടെ രണ്ടാമത്തെ ചിക്കനും ഇവിടെ ആയിട്ടുണ്ട്. അത് നമുക്ക് മാറ്റാവേ. നമ്മൾ വേറൊരു ചീനച്ചട്ടിയിൽ നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളുത്തുള്ളി, പച്ചമുളക് നല്ലൊന്നും വഴന്നു വരണം.
മുമ്പ് ലൈറ്റ് ഇല്ലായിരുന്നേ, ഇപ്പോഴാണ് ലൈറ്റ് വന്നേ. ഇപ്പം നിങ്ങൾക്ക് നന്നായിട്ട് കാണാമെന്ന് വിചാരിക്കുന്നു. ഇത് ഇത്രയും വഴന്നാൽ മതി. ഇനി സവോള ഇടാൻ പോകണം. സവാളയുടെ കൂടെ കുറച്ച് ഉപ്പും കൂടെ ഇടണം അല്ലേ അമ്മേ? ആ, അത് പെട്ടെന്ന് മൂക്ക് വന്നത്. ചിക്കൻ ഉപ്പ് ചേർത്തിട്ടുണ്ട്, സവോളക്കുള്ളത് മാത്രം. നമ്മൾ ചിക്കൻ വറുക്കാൻ നേരം ഉപ്പ് ചേർത്തായിരുന്നു. ഉപ്പും മുളക് പൊടിയും ഗരം മസാലയും ചിക്കൻ മസാലയും ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിരുന്നത്. അപ്പം ഇപ്പം നമുക്ക് അരപ്പിനുള്ളത് ഉപ്പ് മാത്രമാണ് നമ്മൾ ഇട്ടേ അല്ലേ? അരപ്പിന് സവോള വഴന്ന് കിട്ടാനായിട്ട് മാത്രം. ഓ, അന്നേരം അരപ്പിന് നമ്മൾ പിന്നെയും ചേർക്കണം? വേണ്ട. വീട്ടിൽ നോക്കിയിട്ട് ഉപ്പ് എല്ലാം ആകുമ്പോൾ ഉപ്പ് നോക്കുമല്ലോ. ആ, നോക്കുമ്പം ഉപ്പ് പോരെങ്കിൽ അല്പം ഉപ്പ് ചേർക്കണം. നീ വെക്കുന്നതിനാ ഉപ്പ് കുറവുള്ളൂ. ഉപ്പ് കുറച്ച് മതിയല്ലോ. അതെ, എനിക്ക് പാകത്തിന് വേണം. കറുപ്പ് വരാൻ ഉപ്പ് കൂടുതൽ വേണ്ട ആള് ഉപ്പ് കുറവായി ഇടത്തുള്ളൂ. ഇതിനെക്കാട്ടും ശകലം കൂടെ ഉപ്പ് കൂടുതൽ വേണം എനിക്ക്. എന്നാലും ഒത്തിരി അല്ല, പഠിക്കുന്ന ഉപ്പ് വേണ്ട എനിക്ക്. ചിക്കൻ വറക്കാൻ ചാലു, ചിക്കൻ കറിയാക്കാൻ ഞാൻ. രണ്ട് സെക്ഷൻ. കുറച്ച് കരിവേപ്പില ഇടാം. കരിവേപ്പില എല്ലാം കഴുകി വൃത്തിയാക്കി കുഞ്ഞിനകത്താക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് വഴന്നില്ലേ? ആ, അത് ഇത്രയും മരുന്നാൽ മതി. ഇനി ഒരു ചെറിയ തക്കാളി ശരിയാക്കുക. അതും നല്ലപോലെ വഴി. ഇത്ര വഴന്നാൽ മതി അല്ലേ? അത്ര നന്നായി. മല്ലിപ്പൊടി ചിക്കൻ്റെ അളവനുസരിച്ച് ചേർക്കാം. പൊടികളല്ലേ? പൊടികൾ ഇതിനാണ്. നമ്മൾ ചിക്കൻ വറുത്തപ്പോൾ ഇതെല്ലാം ചേർത്താണ്. ചിക്കൻ മസാല 2 സ്പൂൺ, ചെറിയ സ്പൂണാണ്. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കോപ്പിറൈറ്റ് വരാൻ സാധ്യതയുണ്ട്. നല്ല പാട്ടാണ്. തീ കുറച്ച് വെച്ച് വേണം പൊടികൾ ഇടാൻ. എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. നല്ല പാട്ടാണേ, അടിപൊളി. അമ്മയുടെ വീഡിയോക്ക് കോപ്പിറൈറ്റ് വരുമോ? വിഷ്ണുട്ടനെ ഇവിടെ പാട്ട് പാടി തകർക്കുന്നു. പാട്ടാട്. പാത്രം ഒന്ന് ചേഞ്ച് ചെയ്തിട്ടുണ്ടല്ലേ? അതെ, പാത്രം ചേഞ്ച് ചെയ്തു. പിന്നെ ചിക്കൻ ഉള്ളത് കാരണം അതിലേക്ക് ഇട്ടാലല്ലേ? അതുമല്ല, നമ്മൾ ഈ പാത്രത്തിലാണ് നോൺ വെജ് ഒക്കെ കുക്ക് ചെയ്യുന്നത്.
ഇതെല്ലാം കൂടെ ഒന്ന് തിളച്ച് വരണം. വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ചിക്കൻ ഇടാം. ഇവിടെ വറുത്തെടുത്താലും അല്പം ചാറോട് കൂടി വേണം ഇവിടെ എല്ലാവർക്കും ചിക്കൻ. എനിക്കല്ല കേട്ടോ, എനിക്ക് വേണ്ട, ഞാൻ കഴിക്കുകയില്ല. ഞാനെല്ലാം ഉണ്ടാക്കും. ഇതിപ്പോൾ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളയ്ക്കണം അല്ലേ? നന്നായിട്ട് തിളയ്ക്കണം. ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല രീതിയിൽ തിളച്ചിട്ടുണ്ട്. എന്നാൽ അധികം ചാറുമില്ല. അങ്ങനെ വേണം എടുക്കാൻ. നമ്മൾ വറുത്ത് വെച്ചേക്കുന്ന ചിക്കൻ അതുകൂടെ ഇടാം. വറുത്ത് വെക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ് അല്ല. ൊക്കെ കിടന്ന് ഈ ചിക്കൻ ഇങ്ങനെ പെരണ്ട് വരുന്ന കാണുമ്പോൾ അല്ലേ? ഇത് കുട്ടനാട് സ്റ്റൈലാണ് കേട്ടോ. ഞാൻ കുട്ടനാട്ടുകാരിയാണ്, മങ്കൊമ്പുകാരിയാണ്. കുട്ടനാട്ടിലെ കറിയായത്. ഞാൻ ഇപ്പോൾ കോട്ടയം ജില്ലയിൽ പാലായിലാണെങ്കിലും ഞാൻ കറികളെല്ലാം വെക്കുന്ന മീൻകറിയാണേലും ഇറച്ചിയാണേലും എല്ലാം വെക്കുന്നത് കുട്ടനാടൻ സ്റ്റൈലിലാണ് വെക്കുന്നത്. ഇവിടെ ശാലുവിൻ്റെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ് ഞാനുണ്ടാക്കുന്ന കറികൾ. ഞാൻ പ്രത്യേകിച്ചൊന്നും ചേർക്കൊന്നുമില്ല. നിങ്ങൾ ഇപ്പോൾ കണ്ടില്ലേ എത്രയൊക്കെ സാധനങ്ങളെ ഞാനും ചേർക്കാറുള്ളൂ. എനിക്ക് കണ്ണിനൊരു ശകലം പ്രശ്നമുണ്ട്, കാഴ്ചയ്ക്ക്. അത് കാരണം വറുത്താൽ എനിക്ക് അത് പറ്റുകയില്ല. അതുകൊണ്ടാണ് ശാലുവിനെ കൊണ്ട് വറുപ്പിക്കുന്നത്. അതിപ്പോൾ നമുക്ക് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ്. ഇപ്പം നമ്മുടെ ചിക്കൻ ഫിനിഷിംഗ് സ്റ്റേജിലേക്കാണ്. ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ നമ്മൾ ചേർക്കാനുണ്ട്. മല്ലിയില. പച്ചക്കറിവേപ്പില. മീൻ ചേർക്കുന്ന പോലെ തന്നെ ലാസ്റ്റ് പച്ചക്കറിവേപ്പില, ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ, ഒരു ശകലം പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കണേ. എന്നിട്ട് മീൻ നമ്മൾ ഇളക്കി വെക്കത്തില്ല അതുപോലെ. ഇത് മീന് പിന്നെ തവി ഇടാൻ പറ്റത്തില്ല. ഇതിന് തവിയിട്ട് നമുക്ക് ഇളക്കി വെക്കാം. നല്ല ടേസ്റ്റാണ്. നിങ്ങളാരും അങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ. പച്ചമീൻ ചേർക്കുന്ന പോലെ തന്നെ ലാസ്റ്റ് കരിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് ഇങ്ങനെ എടുത്ത് വെക്കുക. അല്പം ഗരം മസാല കൂടെ ലാസ്റ്റ് ചേർക്കുക. ഒന്ന് നിങ്ങളൊന്ന് ഇത് ചെയ്ത് നോക്കി. ഇങ്ങനെ നല്ല അടിപൊളി ടേസ്റ്റാണ്. ഓക്കെ ആയി. ശാലു ഒരു ടേസ്റ്റ് നോക്കിയത്. ഞാൻ നോക്കുകയല്ല, ഞാൻ ചിക്കൻ കഴിക്കുകയില്ലാത്തതുകൊണ്ട് ശാലുവാണ് ടേസ്റ്റുകാരി, നോക്കുന്ന ടേസ്റ്റുകാരി. ശാലുവിനെക്കാട്ടും നല്ലപോലെ ടേസ്റ്റ് പറയും ശാലുവിൻ്റെ മോള് ആർച്ചി. അവള് പറയും ഒരു രക്ഷയില്ല, എൻ്റെ അമ്മച്ചി ഒരു രക്ഷയില്ലെന്ന് പറയും. അത്രയ്ക്ക് ടേസ്റ്റാന്ന് പറയും. ഓക്കെ ഓക്കെ പാകത്തിന്. ഓക്കെ, പോരുന്നോ നിങ്ങൾ ചിക്കൻ കഴിക്കാൻ? ചിക്കൻ കഴിക്കാൻ പോരുന്നോ? ആണോ?